അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ
കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവരും, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരള സഭാ ചരിത്രത്തിലെ രസകരമായ ചില അധ്യായങ്ങളുണ്ട്. 1870 മുമ്പ് ഈ ബെർണാഡ് ബെച്ച്നെല്ലി പിതാവ് വരാപ്പുഴ വികാരിയാത്ത് ഭരിക്കുന്നതിന് മുമ്പ് ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് 1830-31 കാലഘട്ടത്തിലെ ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് അദ്ദേഹം ആണ് ബിഷപ്പ് സ്റ്റബിലീനി. ഈ സ്റ്റബിലീനി മെത്താതിന് മുമ്പ് ഈ 27, കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ കേരള സഭയിൽ സിമിത്തേരിയൊക്കെ പണിയണത് 1870 തൊട്ടാണ്. ആ കുറേ നല്ല ഭക്ത കൃത്യങ്ങളും പരസ്യ പ്രവർത്തികളുടെ പുതിയ അധ്യായങ്ങളുണ്ടായിരുന്നു. ഇനി ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട സമയത്തെ പെട്ടെന്ന് ഒരു പിതാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഒരു പിതാവ് എൻ്റെ കാലത്ത് നമ്മുടെ കത്തോലിക്ക സഭയിൽ തന്നെ കുമ്പസാരിക്കണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു. അത് നമ്മൾ പൈസ കൊടുക്കുന്നത് 2 അണ 4 അണയൊക്കെ കൊടുക്കുന്നത്. അമ്മ പറഞ്ഞത് 4 അണ. ഒന്ന് കുമ്പസാരിക്കുമ്പോൾ അങ്ങനെ കുമ്പസാരിച്ച് പാപമോചനം ശ്രമിക്കുമ്പോൾ ആ അച്ഛൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മൾ 2 അണ അല്ലെങ്കിൽ 4 അണ അല്ലെങ്കിൽ 1 അണ കൊടുക്കും. അപ്പോൾ ഈ ഒരു പിതാവ്, ബെച്ച്നെല്ലി പിതാവിനേക്കാൾ മുമ്പ് ഒരു പിതാവ് വന്നായിരുന്നു. അങ്ങേര് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് 4 അണ പോലും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അത് സഭയുടെ പഴയ കാലമൊന്ന് ചിന്തിക്കണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കുമ്പസാരിക്കണേന് അച്ഛൻ കുമ്പസാരി കഴിയുമ്പോൾ നമ്മൾ 2 നാഴി അല്ലെങ്കിൽ 4 നാഴി അരി കൊടുക്കും അച്ഛൻ. അതൊരു കാലമാണെന്ന് ചിന്തിച്ചേക്കേ. അതെന്താ വെച്ചാൽ അത് പണ്ട് ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ അല്ലേ. നാണയമൊക്കെ കണ്ടുപിടിക്കണ മുമ്പും ആൾക്കാരുടെ ഈ നാണയമൊക്കെ എത്തിച്ചേരണ മുമ്പ് ആൾക്കാരെ ചെയ്യണത് നമ്മളിപ്പോൾ വസ്തു കൊടുത്ത് വസ്തു വാങ്ങും. വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കിഴങ്ങ്, ചേമ്പ്, അതുപോലെ തന്നെ കാച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് മീനാണ് വേണ്ടത്. അപ്പം നമ്മൾ ചന്തയിൽ കൊണ്ടുപോകും. ചന്തയിൽ കൊണ്ടുപോയിട്ട് ഈ കാച്ചിൽ മീൻ തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കാച്ചിൽ ആവശ്യമുള്ളവരുണ്ടാവും. അവർക്ക് കാച്ചിൽ കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും. അതിനാണ് വസ്തു കൊടുത്തിട്ട് വസ്തു വാങ്ങിക്കണം, ബാർട്ടർ സിസ്റ്റം. ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതവും ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് ചില ആൾക്കാർ കൈകാര്യം ചെയ്യണത്. നമ്മളൊരു ലോഡ് സ്വർഗസ്വനായ പിതാവ് കയറ്റി അയക്കും. എന്നിട്ട് നമ്മളെ മാളെ കെട്ടിച്ചെടുക്കും, വസ്തു വിറ്റെടുക്കും. ഇങ്ങനെ ദൈവത്തിനൊരു വസ്തു കൊടുത്തിട്ട് നമ്മൾ വേറൊരു വസ്തു എടുക്കണ രൂപത്തിൽ. കാര്യം ഈ ഒരു ബന്ധമൊന്നും അധികകാലം നീണ്ടു നിൽക്കത്തില്ല, ദൈവമായിട്ട് പറ്റത്തില്ല. ഒന്നാമത്തേൽ ഈ അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റിയിടണ വിടണ പോലുള്ള പരിപാടിയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളത്. അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റി വിടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർ അത് റിജക്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ മനുഷ്യന്മാർ വരെ ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മളെ കയറ്റിവിടുന്ന ജപമാലയും അല്ലെങ്കിൽ സ്തുതിപ്പും ആരാധനയും ഒക്കെ ദൈവം ഈ കയറ്റിവിടുന്നത് ദൈവം
ബാക്ടീരിയ ആണെന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അതെന്താ കാര്യം? നമ്മുടെ വെറുപ്പ്, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ഇതൊക്കെ ബാക്ടീരിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ ഒന്നല്ലേ ഇത് പോണത്. ആ ബാക്ടീരിയ അതിനകത്ത് കയറും. അതുകൊണ്ടാണ് ഭജനം പറയണത്, ബാക്ടീരിയ പ്രാർത്ഥന കയറിയ ആ പ്രാർത്ഥന മൊത്തം റിജക്റ്റഡ് ആവും. അതുകൊണ്ടാണ് ഭജനം പറയണത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലെന്ന്. എബ്രായർ 12:14. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ബാക്ടീരിയ, വെറുപ്പിൻ്റെയും ദ്വേഷത്തിൻ്റെയൊക്കെ ബാക്ടീരിയ കയറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്യും. നമ്മളെ കൃപ കൊണ്ട് നമ്മളെ വിശ്വാസം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യും. ആദ്യമായി തന്നെ പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ആര്യ ബിനു. ഞാൻ ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടണിലെ സെൻറ്റ് മേരീസ് സിറോ മലബാർ മിഷൻ ഇടവകാംഗമാണ്. ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ 6 കാര്യങ്ങൾ വെച്ചെങ്കിലും 5 കാര്യങ്ങൾ പരിശുദ്ധ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. 6ാമത്തെ കാര്യമായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. 2023 ജനുവരിയിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതെങ്കിലും 1 വർഷത്തേക്ക് ഞങ്ങളിലേക്ക് കുഞ്ഞ് എന്നൊരു ചിന്ത വന്നില്ല. 2024 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും എനിക്കും ഹസ്ബൻഡിനും ഭയങ്കരമായിട്ട് ആഗ്രഹമായി, ഒരു കുഞ്ഞ് വേണം. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റുകളൊക്കെ പലപ്പോഴും ചെയ്തപ്പോഴും നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ വിഷമിക്കണ്ട, മാതാവ് നിനക്ക് കുഞ്ഞിനെ തരും, നീ ഡിസംബർ വരെ കാത്തിരിക്കും. ഡിസംബറിലല്ലേ ഉണ്ണീശോ ഉണ്ടായത്. ഉണ്ണീശോ ഉണ്ടായ ആ മാസത്തിന് നിനക്കൊരു സന്തോഷവാർത്ത മാതാവ് നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരുങ്ങിയിരുന്നു. അങ്ങനെ 2024 ഡിസംബർ 5-ാം തീയതി എനിക്കൊരു ചെറിയ സംശയം തോന്നി. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. ആ സമയത്ത് ന്യൂസിലൻഡിലെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയേറെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു 37 വീക്സ് വരെ എല്ലാം നോർമലായി, ഞാനും കുഞ്ഞും ഹെൽത്തിയായി ആക്റ്റീവായിട്ടിരുന്നു. 37 വീക്സിൽ മിഡ് വൈഫിനെ കാണാൻ ചെന്നപ്പോൾ മിഡ് വൈഫ് പറഞ്ഞു, വാര്യ നിൻ്റെ ഫണ്ടൽ ഹൈറ്റിൽ, അതായത് വയറിൻ്റെ അളവിൽ ഒരു ചെറിയ കുറവുണ്ട്. 34 ആഴ്ച നിനക്കുള്ള അതേ ആ ഒരു മെഷർമെൻറ്റ് ഇപ്പോഴും കാണിക്കുന്നുള്ളൂ. കുഞ്ഞിൻ്റെ ഗ്രോത്തിൽ ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നൊറീൻ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യും, നിന്നെ അർജൻറ്റായിട്ട് സ്കാനിങ്ങിന് റെഫർ ചെയ്യുവാന്ന് പറഞ്ഞു. അങ്ങനെ അർജൻറ്റായിട്ട് സ്കാനിങ്ങിന് വേണ്ടി ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ചിട്ട് ആരും എനിക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. 37 വീക്സ് പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ഞാനൊരു നേഴ്സാണ്, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടി സമയത്ത്, ബ്രേക്കിൻ്റെ സമയത്തെല്ലാം ഞാൻ വിളിക്കുവാണ്, എല്ലാ ഹോസ്പിറ്റലിലും വിളിക്കുവാണ്. ആരും എനിക്ക് റിപ്ലൈ തന്നില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, നീ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എൻ്റെ കുഞ്ഞ് ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ, നീ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലുകാർ എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു, നിനക്ക് നാളെ സ്ലോട്ടുണ്ട്, നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ജൂലൈ 17-ാം തീയതി 2025 സ്കാനിങ്ങിന് വേണ്ടി പോയി. സ്കാനിങ് ചെയ്ത സമയത്ത് ടെക്നീഷ്യൻ പറഞ്ഞു, കുഞ്ഞിന് വെയിറ്റ് 2 കിലോയേ ഉള്ളൂ, പക്ഷേ കൊച്ച് ആക്റ്റീവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രൊഫഷനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു NICU നേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഓക്കെ, ബാക്കി നിന്നോട് ഡോക്ടർ സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു ചെന്നു. രാത്രിയായപ്പം ജൂലൈ 17 രാത്രിയായപ്പോൾ എൻ്റെ മിഡ് വൈഫ് എന്നെ വിളിച്ചു, നൂറീൻ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ആര്യ, നിൻ്റെ കുഞ്ഞിനൊരു ചെറിയ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നീ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ജൂലൈ 18 എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇനി നിനക്ക് ഞാൻ പോകാൻ പറ്റില്ല, നീ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയും, നിനക്ക് വരാൻ പറ്റത്തില്ല എന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു. കുഞ്ഞിനിങ്ങനെ പ്രോബ്ലം പറഞ്ഞത് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ഉള്ളിലൊതുക്കി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഒരു NICയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുക, എൻ്റെ കുഞ്ഞിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, കുഞ്ഞിനെ C-സെക്ഷൻ ചെയ്തെടുക്കും, ഇൻറ്റുബേറ്റ് ചെയ്തെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ വരുക. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. വിഷമം ഉണ്ടായിരുന്നു. അന്ന് ജൂലൈ 18-ാം തീയതി ഞങ്ങൾ കുരിശ് വരയ്ക്കാനിരുന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 18-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്കും പറഞ്ഞു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, CTG സ്കാനും ചെയ്തു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ 38 ആഴ്ചയാകുമ്പോൾ നിന്നെ ഇൻഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഒന്നും നിൻ്റെ വയറ്റിൽ കിടന്ന് കിട്ടുന്നില്ല, അപ്പോൾ കുഞ്ഞ് പുറത്ത് വരട്ടെ എന്ന് ഡോക്ടറിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂലൈ 22-ാം തീയതി ഒരു ചൊവ്വാഴ്ച ഞാനും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി. കൂടെ ഹസ്ബൻഡിൻ്റെ പാരൻസും ഉണ്ടായിരുന്നു. ഉച്ചവരെ എന്നെ ഇൻഡ്യൂസ് ചെയ്തു. പ്രോഗ്രഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പപ്പായും മമ്മീനെ വീട്ടിലേക്ക് വിട്ടേര്, കാരണം അവരിരുന്ന് മുഷിയുവാണ്, നമ്മുടെ ഇവിടുത്തെ പോലെ കൂടെ ഒന്നും ഇരുത്തത്തില്ല. റൂമിൽ ഞാൻ ഹസ്ബൻഡിനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ടാക്സി വിളിച്ച് അവരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെയും ഇൻഡക്ഷന് വേണ്ടി എനിക്ക് മരുന്ന് തന്നപ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് ഡ്രോപ്പായി. ഒന്നും അറിയത്തില്ലാത്ത എൻ്റെ ഹസ്ബൻഡാണ് എമർജൻസി അടിച്ച് മിഡ് വൈഫും ഡോക്ടേഴ്സെല്ലാം ഓടി വന്നപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് 70, 60, 50 അങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആര്യ, ഞാൻ ആ ഡോക്ടറിനെ അതിന് മുന്നേ കണ്ടിട്ടില്ല, ഞാൻ NICയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ ആ ഡോക്ടറിനെ കണ്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞു ആര്യ, ഞാൻ നിന്നെ PV ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ 1 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആയിട്ടില്ല. അപ്പം ഡോക്ടർ 2 കൈ വിട്ട് എന്നോട് പറഞ്ഞു കുഞ്ഞിൻ്റെ തലയിൽ ഞങ്ങൾക്ക് സ്കാൽപ്പിൽ നീഡിൽ വെക്കണം, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഞങ്ങൾക്ക് ഈ മെഷീനിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വാവിട്ട് കരഞ്ഞു, കാരണം 1 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആകാതെ തന്നെയാണ് ഡോക്ടർ 2 കൈ വിട്ട് എക്സാമിൻ ചെയ്തത്. ആ സമയത്തെല്ലാം എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കുഞ്ഞിനെ നീ ഒന്നും വരത്തില്ല, ഞാൻ മരിച്ചു പോയിക്കോട്ടെ, എൻ്റെ കുഞ്ഞിനൊന്നും വരത്തില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ ബെഡിൽ വെച്ച് എൻ്റെ വാട്ടർ ബ്രേക്കായി. ലേബർ റൂമിലേക്ക് ഉടനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡോക്ടേഴ്സും നഴ്സസ്മാരെല്ലാം വന്ന് പറയും ആര്യ, നിനക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, നിൻ്റെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ കണ്ടു, നിനക്ക് ഇതുവരെ എല്ലാം നോർമലായിരുന്നു, പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് പിന്നെ കത്തീറ്റർ ഇട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കി, അത് പറ്റില്ല, കാരണം കുഞ്ഞിൻ്റെ തലയിൽ ഓൾറെഡി സ്കാൽപ്പിൽ നീഡിലുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് IV മെഡിസിൻ തരാൻ തുടങ്ങി. ആ സമയത്തും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ NIC ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാം അറിഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ അഡ്മിറ്റായി, കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ കുഞ്ഞ് മിക്കവാറും അഡ്മിറ്റ് ആകുമെന്നൊരു ഇൻഫർമേഷൻ അവിടെ ആരോ കൊടുത്തു. അപ്പോൾ എൻ്റെ കൊളീഗ്സ് എല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ചു, എന്ത് പറ്റിയെന്ന് ഓർത്തിട്ട്. അപ്പോൾ ആ ഡോക്ടർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു ആര്യ, നീ വേദന സഹിക്കണ്ട, കാരണം ഭയങ്കര വേദന എനിക്ക് വരുന്നുണ്ട്, 1 സെൻറ്റിമീറ്റർ പോലും സെർവിക്സ് ഡൈലേറ്റ് ആവുന്നില്ല. ഡോക്ടർ പറഞ്ഞു നീ വേദന സഹിക്കേണ്ട ആര്യ, നീ എപ്പിഡ്യൂറൽ മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. എപ്പിഡ്യൂറൽ എനിക്ക് ഇഞ്ചക്ഷൻ തന്നപ്പോൾ എൻ്റെ കാലൊക്കെ മരവിച്ച് വേദന കുറഞ്ഞു. അപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു ആര്യ, നിൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ബ്ലഡ് എടുക്കണം, കുഞ്ഞിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ PV ചെയ്തിട്ട് പറഞ്ഞു ആര്യ, 4 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആയിട്ടില്ല, എനിക്ക് കൈ കടത്താൻ പറ്റുന്നില്ല, മുമ്പേ ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി വെയിറ്റ് ചെയ്യണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യേണ്ട ഡോക്ടർ, എന്നെ എടുത്തോ, എന്നെ എമർജൻസി C-സെക്ഷൻ കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സമയം ഒരു 7 മണിയായി. ഞങ്ങൾ രാവിലെ ഒരു 8 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ പോയതാണ്. വൈകുന്നേരം 7 മണിയായി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ ചേച്ചിനെ വിളിച്ച് വരുത്തി, ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചി എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ അമ്മ ആ സമയം മുഴുവൻ തിരി കത്തിച്ച് വെച്ച് മാതാവിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഒരു ഡോക്ടറിനെ പറഞ്ഞു വിടണമെന്ന് എൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് ബലമായിട്ടായിരിക്കണം ആ ഡോക്ടർ വന്നത്, കാരണം ഞാൻ ആ ഡോക്ടറിനെ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലാണ്. ആ വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലാണ് എന്നെ ഡെലിവറിക്ക് കൊണ്ടുപോയതും. ആ ഹോസ്പിറ്റലിൻ്റെ NIC ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ C-സെക്ഷന് എന്നെ കൊണ്ടുപോയി. എൻ്റെ മിഡ് വൈഫ്, എന്നെ നോക്കിക്കൊണ്ടിരുന്ന മിഡ് വൈഫ് നൊറീൻ എന്നാണ് പേര്. നൊറീൻ ഓടി വന്നു, പറഞ്ഞു ആര്യ, ഞാൻ രാവിലെ മുതൽ നിൻ്റെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു നീ ഡെലിവറിയെ ചെയ്യുള്ളൂ എന്ന്, പക്ഷേ ഇപ്പോൾ എന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആകെ വിഷമിച്ച് എൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ പീഡിയാട്രിക് ഡോക്ടർ അഡേൽ എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആര്യ, നീ ടെൻഷൻ അടിക്കുന്നത്, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ, എൻ്റെ കൂടെ തന്നെ ഇരുത്തണേ, എനിക്കറിയാം NIC കൊണ്ടുപോയി അവർ ക്യാനലിടും, ഇനി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ വായിക്കൂടെ ട്യൂബ് ഇടും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സർജറി ചെയ്തു, കുഞ്ഞിനെ പുറത്തെടുത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും കൂടെ നിലവിളിച്ച് കരഞ്ഞു. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞ് കരഞ്ഞല്ലോ, എൻ്റെ മാതാവേ, കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അടയിൽ കുഞ്ഞിനെ എടുത്ത് എൻ്റെ ദേഹത്ത് വെച്ചിട്ട് പറഞ്ഞു ആര്യ, കുഞ്ഞിനെ ഞങ്ങൾ നോക്കട്ടെ, ഒബ്സർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ കുഞ്ഞിനെ ഒബ്സർവേഷൻ ടേബിളിൽ കൊണ്ടുപോയി കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല, നീ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവും ആ കുഞ്ഞിനില്ല, ഇത്രയും ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയ കുഞ്ഞിനെ ആക്റ്റീവായി കരയുന്നു, അബ്ഗാർ സ്കോർ 9 ആണ് കുഞ്ഞിന്, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിൻ്റെ പ്ലാസൻ്റ ഞങ്ങളൊരു സ്റ്റഡിക്ക് അയച്ചോട്ടെ, കാരണം എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാസൻ്റ സ്റ്റഡിക്ക് അയച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് വന്നത്. റിപ്പോർട്ടിനകത്ത് എൻ്റെ പ്ലാസൻ്റയ്ക്ക് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ബ്ലഡിൽ നിന്ന് കുറച്ച് നമ്മൾ ബ്ലഡിലെ കമ്പോണൻസ് കുഞ്ഞിലേക്ക് പോകുന്ന ന്യൂട്രീഷനെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞ് 34 ആഴ്ച മുതൽ 37 ആഴ്ച, അതായത് 3 ആഴ്ച കുഞ്ഞ് പട്ടിണിയായിരുന്നു വയറ്റിൽ. എന്നിട്ട് മിഡ് വൈഫ് റിസൾട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് അറിയത്തില്ല, കാരണം ഷീസ് എ മിറക്കിൾ ബേബി, ഇതെങ്ങനെ നീ സാധിച്ചെടുത്തു? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എല്ലാം എൻ്റെ മാതാവ് തന്നത് മാത്രമാണെന്ന് പറഞ്ഞു. അതിനുശേഷം കുഞ്ഞുണ്ടായി, ഓക്കെ ആയിരുന്നു. കുഞ്ഞിന് കാലിന് ഒരു ചെറിയ വളവുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപവും എല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ തവണ ഞാൻ അമ്മയോടാണ് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയുന്നത്. അപ്പം അമ്മ പറയും, നീ പേടിക്കേണ്ട, മാതാവ് ഇത്രയൊക്കെ നിനക്ക് ചെയ്തില്ല, നീ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നീ ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ കുഞ്ഞിൻ്റെ കാലിലും എല്ലാം ഞാൻ തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അവർ പറഞ്ഞു, കുഞ്ഞിൻ്റെ കണ്ണിന് ഒരു ചെറിയ വിഷൻ പ്രോബ്ലം ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ അപ്പോയിൻമെൻറ്റിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴും കുഞ്ഞ് നോർമലാണ്. അങ്ങനെ എൻ്റെ കുഞ്ഞിനിപ്പോൾ 5 മാസമായി. ഹെലേന എന്നാണ് പേര്. അവൾ ആക്റ്റീവായിട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ന്യൂസിലൻഡിൽ ഞാൻ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. എനിക്ക് സിസേറിയൻ ചെയ്യുന്നവിടം വരെ ഞാൻ പോകുമായിരുന്നു. പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞായറാഴ്ച ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത്, എന്നോട് ഡ്രൈവ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 ആഴ്ചത്തേക്ക് നീ ഡ്രൈവ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരുന്നത് ആദ്യമൊക്കെ. പക്ഷേ ഞാനതൊന്നും കണക്കിലെടുക്കാത്ത എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ആ സമയത്തെല്ലാം ഈവൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ നമ്മുടെ ചാനൽ ജോസഫ് അച്ഛൻ്റെ ടോക്കാണ് കേട്ടുകൊണ്ടിരുന്നത്. ഡെയിലി ബ്രെഡ് ഞാൻ കേൾക്കുമായിരുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്യുമായിരുന്നു. പിന്നെ പരമാവധി ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബാംഗങ്ങളും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഈശോയ്ക്കും മാതാവിനും ആദ്യമേ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ആഗസ്റ്റ് 16 എൻ്റെ പേര് വിനീത, മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ആഗസ്റ്റ് മാസത്തിൽ ഉടമ്പടി എടുക്കാൻ കാരണം ഒരു ചേച്ചിയാണ്. അതായത് എൻ്റെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു, ഒരു ക്യാൻസർ അസുഖത്താൽ വിഷമിക്കുന്ന സന്ദർഭമായിരുന്നു. ആ സമയത്ത് ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ വളരെ വിഷമത്തോടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഈ കൃപാസനം പത്രം കൊണ്ടു തന്നത്. ഞാനിതിനു മുന്നേ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ യൂട്യൂബിൽ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ആ കൃപാസനത്തിൻ്റെ പേപ്പറിൽ ഞാൻ ഫസ്റ്റ് തന്നെ വായിച്ചത് ഒരു ചേച്ചിക്ക് വയറിലെ മുഴ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി അത് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടില്ല എന്നായിരുന്നു. എൻ്റെ അച്ഛനും സെയിം അസുഖം തന്നെയായിരുന്നു. അതായത് അച്ഛൻ്റെ ബ്രെയിനിൽ 2-3 മുഴയുണ്ടായിരുന്നു, പിന്നെ തൈറോയിഡ് ക്യാൻസറും ആയിരുന്നു. അപ്പം എനിക്കും വേറെ ഇപ്പം നിവൃത്തിയൊന്നും ഇല്ലാത്തതിനാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അസുഖം മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഹിന്ദു ആയതിനാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അറിഞ്ഞ അന്ന് തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു തവണ നീ പോയിക്കോ എന്ന് ഒരു സമ്മതം കിട്ടിയപ്പോൾ ഞാൻ വേഗം ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ ഉടമ്പടി എടുത്തു, എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത സ്കാനിങ്ങിന് പോയപ്പോൾ ആ മുഴ 2ഉം കണ്ടില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ എൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഞാൻ ഇവിടെ 2ാമത് സാക്ഷ്യം പറയാനെത്തിയിരിക്കുന്നത്, ഞാൻ ഈ ആഗണ്ഡ ജപമാല റാലിയിൽ ഈ ഒക്ടോബർ 26, 2025 ഒക്ടോബർ 26 ഉണ്ടായിരുന്ന ആഗണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല,
കാരണം വീട്ടിൽ നിന്നുള്ള സമ്മതം കിട്ടുക പ്രശ്നമായിരുന്നു. എങ്കിലും വേണ്ടില്ല, ഞാൻ ട്രെയിന് ബുക്ക് ചെയ്തപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നിട്ട് പിന്നെ അതുമാത്രമല്ല, ജപമാല റാലിയുടെ തലേ ദിവസമൊക്കെ എനിക്ക് കലശലായ ഭയങ്കര വയറുവേദന, എന്താണെന്നറിയില്ല, ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാണോ വരുമോ ഹോസ്പിറ്റലിലേക്കാണോ പോകേണ്ടത്, എനിക്ക് സംശയമായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പക്ഷേ സ്റ്റേഷനിലെത്തിയതോടെ എൻ്റെ വയറുവേദനയൊക്കെ മാറി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിലായത് കാരണം സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ രാത്രി ഉറങ്ങാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ 13 കിലോമീറ്റർ യാത്രയൊക്കെ നടത്തുക എന്നൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവിൽ അത് എല്ലാം സമർപ്പിച്ച് ഇവിടെ വണ്ടി ഇറങ്ങി. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് തന്നെ ജപമാല റാലിയിൽ പങ്കെടുത്തു. എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭാഗ ഉടമ്പടി നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മാവനും തമ്മിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം വേണം, ഒരാൾക്ക് കൂടുതൽ സ്ഥലം വേണം, മറ്റൊരാൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്ഥലം വേണമെന്നൊരു തർക്കത്തിൽ 17 വർഷമായിട്ട് 2 വീടും അടുത്തടുത്താണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ ബന്ധുക്കളായിരുന്നിട്ട് പോലും വളരെ തീരെ സ്വരച്ചേർച്ചയില്ലാതെ ഇരിക്കുന്നൊരു 17 വർഷം, കുറേ കാലം. ഞാൻ കാണുമ്പോൾ തൊട്ടേ ഇത് തമ്മിലുള്ള വിഷയമാണ്. ഞാൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിലാണ്, എങ്കിലും നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ഞാൻ എന്ന് ചെന്നാലും അച്ഛൻ ഇതെടുത്തിടും, പിന്നെ നമുക്കവിടെ സമാധാനമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ പോലും എൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കുകയും ചെയ്യാറ്. കാരണം ഇത് കാരണം ആ സമാധാനം ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷയമാണ്. അപ്പോൾ ഈ ജപമാല റാലിയുടെ മുന്നെയാണ് ആ സ്ഥലം അളവ് പറഞ്ഞിരുന്നത്. അപ്പം ഞാനാണ് ഈ ജപമാല റാലി കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് അവർക്ക് കൊടുത്ത്, എനിക്ക് ഒഴിവില്ല, ഈ ഒരു ഡേറ്റിന് മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജപമാല റാലിയുടെ പിറ്റേ ദിവസമാണ് ആ സ്ഥല അളവ്. അങ്ങനെ ജപമാല റാലിയിൽ ഈ നിയോഗം പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവിടെ നിന്നുള്ള മണ്ണ് ഞാൻ കൊണ്ടുപോയിരുന്നു. ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, തൈലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലം അളവിൻ്റെ മുന്നേ ഞാൻ അവിടെ ഈ ഇവിടുത്തെ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുത്തെ മണ്ണിട്ടു, പിന്നെ ഉപ്പിട്ടു, പിന്നെ അളവ് കഴിയുന്നവരെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഞാൻ ചൊല്ലുന്നത് ഇവർക്ക് മനസ്സിലായിരുന്നു, എന്തൊക്കെ ഇവൾ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായി. അമ്മാവനും അവരൊക്കെ ഇവൾക്കെന്താ പ്രാർത്ഥന മൂത്ത് ഭ്രാന്തായ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലായി. അതൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് സ്വത്തും മുതലും അതുമല്ല വേണ്ടത്, നമുക്കൊരു സമാധാനമായിരുന്നു വേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത്. അളവ് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു ചെറിയ സ്ഥലത്തിന് ഒരു കശപിശുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛന് ഭയങ്കര വാശി പിടിച്ച ആളാണ്. പക്ഷേ അച്ഛനത് വിട്ടുകൊടുത്തു, അത് സാരില്ല, അത് അവനെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അത്രയും മാതാവിൻ്റെ ശക്തിയാണ്, ആ ജപമാല റാലിയുടെ ശക്തിയാണത്. അവരുടെ മനസ്സ് പോലും 17 വർഷമായിട്ട് അവരുടെ മനസ്സ് മാറാതിരുന്ന, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്ന അവർ ആ കിട്ടിയ സ്ഥലത്ത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. അത് വളരെയധികം നന്ദി. ഇപ്പം എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു പ്രശ്നമില്ല, വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 13 വർഷമായി എൻ്റെ ശരീരത്തിൽ ചുവന്ന് കടിച്ച കുരുക്കളും അതെപ്പോഴും ചൊറിഞ്ഞ് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് നടക്കേണ്ട, ഒരു വർഷത്തിലൊരു 5-6 പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് നടക്കണം, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതുവഴി എൻ്റെ ആ അസുഖം പിന്നീട് വന്നിട്ടില്ല. പിന്നെയുള്ളത് എൻ്റെ ജോലിയിലെ കാര്യമാണ്. എൻ്റെ ജോലിയിൽ 6 മാസമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സാങ്ഷൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഞാൻ ഉടമ്പടി ആരാധനയിൽ വെക്കുകയും പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ എപ്പോഴും ഞാനത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ 6 മാസത്തെ ശമ്പളം ഇപ്പോഴും ശമ്പളം കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീടുള്ളത്, എനിക്ക് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു നൃത്തം അഭ്യസിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സാമ്പത്തികം അച്ഛനത്ര ഇല്ലാത്ത കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെയും ഒരു ടീച്ചറടുത്ത് പോയി. പക്ഷേ ഒരിക്കലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ജോലിയുടെ തിരക്കുകാരും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാരണം. പക്ഷേ ഉടമ്പടി കഴിഞ്ഞ വഴി പിന്നെ എന്നും എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞു. പിന്നെ അരങ്ങേറ്റത്തിൻ്റെ അതുവരെ എത്തി. അപ്പോഴും അരങ്ങേറ്റത്തിന് 2 മാസം മുന്നേ എനിക്ക് വേരിക്കോസ് വെയിൻ്റെ പ്രശ്നം വന്ന് കാലിലാകെ നീരായി. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഇപ്രാവശ്യം അരങ്ങേറ്റത്തിന് ഉണ്ടാവില്ല വിചാരിച്ചു. പക്ഷേ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷനൊക്കെ ആശുരൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെയും പ്രാക്ടീസ് തുടങ്ങാനും 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അരങ്ങേറ്റം കുറിക്കാനും സാധിച്ചു. അതൊക്കെ അമ്മമാതാവിൻ്റെ വളരെയധികം ബ്ലെസ്സിങ് കൊണ്ടാണ്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്
ഞാൻ ഇവിടുന്ന് എപ്പോഴും പോകുമ്പോൾ ഒരു 5 കെട്ട് പത്രമാണ് ഞാൻ വാങ്ങിക്കൽ. ഇവിടുന്ന് കിട്ടുന്ന പത്രവും ബാക്കിയും കൂടി മൊത്തത്തിൽ 5 കെട്ട്, കാരണം അത്ര എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണമാണ്. പക്ഷേ ഈ പത്രമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് തീർന്ന് പോവുകയാണ്. അതാണ് എൻ്റെ ഒരു വിഷയമുള്ളത്. കാരണം ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിലേക്കാണ്, അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ രോഗികൾക്ക് കൊടുക്കുമ്പോഴും വഴിയിൽ കാണുന്നവർക്ക് കൊടുക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് തീർന്ന് പോകും. പിന്നെ അവരോട് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു വാർഡിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വാർഡിലേക്ക് അവരടുത്ത് ഈ പത്രം കൊടുക്കുമ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ആദ്യം പ്രാർത്ഥിക്കാതെ അവിടെ വാർഡിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിങ്ങളെ കാര്യം പറയുമ്പോൾ ദൈവം അത് കേൾക്കും. അങ്ങനെയാണ് ഞാൻ അവരോട് പ്രാർത്ഥിക്കാറ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരുടെയും എവിടെയാണോ രോഗസ്ഥലം എങ്കിൽ അവിടെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ രോഗചികിത്സാ കേന്ദ്രമല്ല, അത് ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, നിങ്ങളിവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അതൊന്നും സാരമില്ല, എനിക്ക് വിഷമമില്ല. പക്ഷേ അവിടുത്തെ ബാക്കിയുള്ള രോഗികളെ കാണാൻ പറ്റിയില്ലല്ലോ, അവർക്ക് പത്രം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. പിന്നെയുള്ളത് എൻ്റെ തിരിയിലൊക്കെ മാതാവും എപ്പോഴും തിരിയിൽ തിരുഹൃദയവും പ്രാവും കുരിശുരൂപവും ഒക്കെ വരാറുണ്ട്. ഒരു തവണ എൻ്റെ എൻ്റെ തിരിയിൽ നീലത്തിരിയിൽ മാതാവ് വന്നിട്ടുണ്ട്. ആ മാതാവിനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെ എൻ്റെ ചെറിയമ്മയ്ക്ക് ICUവിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഈ ഉടമ്പടി തൈലൊന്ന് അവർക്ക് പുരട്ടി കൊടുക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം രാത്രി അവരുടെ അടുത്ത് നിൽക്കാൻ പോയി. അങ്ങനെ കണ്ണൊന്നും തുറക്കാതിരുന്ന അമ്മയാണ്. ഞാൻ ഉടമ്പടി തൈലം ഉപ്പ് അവരുടെ ഇതിൽ വിട്ടു. പിന്നെ ആ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ രൂപം അത് അവരുടെ കിടക്കയുടെ അടിയിൽ ഞാൻ വെച്ചു. അതുപോലെ തന്നെ പത്രം അവരുടെ തലയണയുടെ ബാക്കിൽ വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം അവർ കണ്ണ് തുറന്നു. പിന്നെ തീരെ സംസാരിക്കാതിരുന്ന അവർ സംസാരിച്ചു, എന്നെ അറിയാൻ തുടങ്ങി, ഓരോരുത്തർ തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസമേ നിന്നുള്ളൂ, ഒരു രാത്രിയിലാണ് ചെന്ന്, അടുത്ത വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പോന്നു. അപ്പോഴേക്കും എനിക്ക് അവരെ പിടിച്ചു നിർത്തി ഇരുത്താനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞു. ഇപ്പം അമ്മ സുഖമായിട്ട് വീട്ടിൽ നിൽക്കുന്നു. കാരണം അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞൊരു അമ്മയാണ്. നമ്മുടെ ഉടമ്പടി തൈലവും ഈ പത്രത്തിൻ്റെയും ഒക്കെ അമ്മ മാതാവിൻ്റെ ശക്തി കൊണ്ടാണ് അവർ സുഖപ്പെടുത്തിയത്. പിന്നീടുള്ളത്, ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ മോനും ഒക്കെ ഉടമ്പടി തൈലം എക്സാമിൻ്റെ ടൈമിലായാലും അവർക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കാശുരൂപം, അത് എനിക്ക് കിട്ടുന്നതല്ല, വേറെ കാശുരൂപമാണ്, അത് അവരുടെ പോക്കറ്റിൽ കുത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ മോന് കഴിഞ്ഞ CBSE 10th ബോർഡ് എക്സാമിൽ ഓൾ ഇന്ത്യയിൽ 9ാം റാങ്ക് ലഭിക്കുകയുണ്ടായി, 98.2%. നവോദയയിൽ ഓൾ ഇന്ത്യയിൽ 4ാം റാങ്കും കിട്ടി. അങ്ങനെ ഒരു വളരെ വലിയൊരു അനുഭവം. അതുവരെ അവന് അത്രയും ഒരു മാർക്ക് കിട്ടിയില്ല, 95%-ൻ്റെ മുകളിലൊരു മാർക്ക് കിട്ടിയിരുന്നില്ല. സ്കൂളിലൊന്നും നടത്തിയ പരീക്ഷയിൽ ആദ്യമായിട്ടാണ് 98.2% മാർക്ക് കിട്ടുന്നത്. അങ്ങനെ വലിയ അനുഭവം ഉണ്ടായി. പിന്നെ അതേപോലെ എൻ്റെ ബന്ധുക്കൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ജപമാല എന്നും ചെല്ലാറുണ്ട്. ഓരോ രഹസ്യത്തിലും ഓരോ കുടുംബത്തെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. എൻ്റെ കുടുംബത്തെ മാത്രമല്ല, എൻ്റെ ബന്ധുക്കളായുള്ളവരും എൻ്റെ ജോലി സ്ഥലത്തുള്ളവരും എല്ലാവരും, എനിക്കറിയാവുന്ന, എനിക്ക് വേദനകളാൽ വിഷമിക്കുന്ന, രോഗങ്ങളാൽ വിഷമിക്കുന്ന അവരെല്ലാം, എനിക്കറിയാവുന്ന എല്ലാം സമർപ്പിച്ചിട്ടാണ് ജപമാല ഞാൻ ചൊല്ലാറുള്ളത്. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ രാവിലെയും കുറച്ച് സമയം, രാത്രിയും കുറച്ച് സമയം, അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ കാശുരൂപം നമുക്ക് ആവശ്യമുള്ളവർ കൊടുക്കാറുണ്ട്. എൻ്റെ ആങ്ങളൊരു തവണ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ അവന് സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ പേഴ്സിൽ നീ ഈ കാശുരൂപം വെക്കും, ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്ന് പറഞ്ഞിട്ട് അവനൊരു കാശുരൂപം, ഞാനൊരു വെള്ളിയാഴ്ചയാണ് അവൻ ആ കാശുരൂപം കൊടുക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച അവനൊരു ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു സ്കൂട്ടർ വന്നിട്ട് അവനെ ഇടിച്ച് തെറിപ്പിച്ചു. അവൻ ഡിവൈഡറിൽ പോയിട്ട് ഇടിച്ചു. തല അവിടെ വെച്ച് മുട്ടി അവൻ്റെ ബോധം പോയി. പക്ഷേ അവൻ്റെ കയ്യിൽ ആ കാശുരൂപം, ആ പേഴ്സിൽ ആ കാശുരൂപം, ഞാൻ തലയാഴ്ച കൊടുത്ത കാശുരൂപം ഉണ്ടായതുകൊണ്ട് അമ്മ മാതാവ് ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരു പുറത്ത് ഉള്ളിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ കാത്തുരക്ഷിച്ചു. ആ മാതാവിൻ്റെ ശക്തി അത്രയും വലുതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ, എൻ്റെ ജോലിയിലൊക്കെ ഭയങ്കര, ഞാൻ പ്രൊമോഷനായിട്ടാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയത്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആവാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എല്ലാ ഭാരങ്ങളും നമ്മളെ തലയിലാണ്, നമ്മളാണ് ഓരോ തീരുമാനം എടുക്കേണ്ടത്. അതിൻ്റെ എന്ത് ആഫ്റ്റർ എഫക്റ്റും നമ്മൾ തന്നെയാണ് അനുഭവിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു.
പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പേടിയോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ദൈവമാതാവ് നമുക്ക് ശക്തി തരും. അതായത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തേജക മരുന്ന് കഴിക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അത്രയും നന്നായിട്ടുള്ളൊരു ഫീലിംഗാണ് കിട്ടിയത്. കാരണം നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളോട് നമ്മൾ എങ്ങനെയോ ചെയ്യുന്നു. അതായത് ഞാനിപ്പോൾ ചൂരൽമലയിൽ മുണ്ടക്കി ചൂരൽമലയിൽ പ്രശ്നമുണ്ടായിരുന്നു, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എൻ്റെ റെഗുലേറ്ററിൻ്റെ താഴേക്കാണ് ബോഡികളും മരങ്ങളും ഒക്കെ വന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് അത് എടുത്ത് മാറ്റാനുള്ളൊരു നിയോഗം എനിക്കായിരുന്നു. ഞാനാണ് അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അപ്പം എനിക്ക് NDRF ടീമിനെയും ഫയർഫോഴ്സ് ടീമിനെയും പോലീസ് ടീമിനെയും SP ടീമിനെയും എല്ലാം കൺട്രോൾ ചെയ്ത് ആ ഒരു പരിപാടി എന്നെക്കൊണ്ട് അറേഞ്ച് ചെയ്യാനും എന്നെക്കൊണ്ട് നേതൃത്വം നയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അപ്പോഴാണ് ആലോചിക്കുക. അതൊക്കെ ഉടമ്പടി എടുത്തതിൻ്റെ ഒറ്റ ബലം കൊണ്ടാണ് എനിക്കതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഏതായാലും ഇനിയും ഈ ആൾത്താരയിൽ കയറിയിട്ട് എനിക്കും ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ സാക്ഷ്യങ്ങൾ പറയാൻ നിങ്ങളെ ദൈവം. നന്ദന, ഞാൻ വരുന്നത് പാലായിൽ നിന്നാണ്. ഇതെൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ. എൻ്റെ അനിയൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുത്തത് 27-ാം തീയതിയാണ്. 27/7/2025 ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുക്കുന്നത്. അമ്മ മാതാവ് എന്നെ ഈ സന്നിധിയിൽ അമ്മ മാതാവ് തന്നെ എന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും സജീവ സാന്നിധ്യം നടന്ന അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയുവാൻ ഇന്നേ ദിവസം എനിക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി. ഈശോയുടെയും നാമം മഹത്വപ്പെടുത്തുന്നതിനും ഞാൻ എൻ്റെ സാക്ഷ്യം ഈശോയ്ക്കും അമ്മ മാതാവിനും ആദ്യമേ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ 2 കൊല്ലം TTC പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഞാൻ കേറ്ററ്റ് പരീക്ഷ, കേറ്ററ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റ് പാസ്സായാലേ നമുക്ക് ഒരു അധ്യാപിക എന്നൊരു ജോലി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ 16 പേരാണ് പഠിച്ചിരുന്നത്. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ 14 പേര് കേറ്ററ്റ് പാസ്സായി. പിന്നെ 2 പേര്, അതിലൊരാൾ ഞാനായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ഞാൻ എൻ്റെ ശ്രമത്തിൽ പരീക്ഷ എഴുതി. എനിക്ക് പരീക്ഷയിൽ പാസ്സാവാൻ സാധിച്ചില്ല. അങ്ങനെ വിഷമിച്ച് ഇരുന്ന സമയത്താണ് ഞാൻ ഫോണിൽ നമ്മുടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും അങ്ങനെ കൃപാസന മാതാവിനെ കുറിച്ച് അറിഞ്ഞ് ഈ സന്നിധിയിൽ വന്ന സാക്ഷ്യം ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞാൻ ആ ഉടമ്പടി നിബന്ധനകൾ പറയുന്നുണ്ട്. നമ്മുടെ മാതാവ് ഈശോയുടെ ശിഷ്യന്മാരോട് പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നതാണ്. അതായത് ആ നിബന്ധനകൾ പാലിച്ച് ചെയ്താൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെടും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾ അക്രൈസ്തവരാണ്, എന്നാലും ഞങ്ങൾ ഞായറാഴ്ച കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കും. ഞായറാഴ്ച ഞങ്ങൾ ഒരിക്കലും കുർബാന മുടക്കുകയില്ല. എന്ത് പനിയായാലും നമുക്ക് എന്ത് അസുഖമാണെങ്കിൽ പോലും ഞായറാഴ്ച ഒരു ദിവസം പോലും കുർബാന മുടക്കുകയില്ല. കാരണം കുർബാന ദൈവത്തിൻ്റെ ദിവസമാണ്. ഞായറാഴ്ച ഈശോ നമ്മുടെ അടുത്തേക്ക് എഴുന്നള്ളി വരുന്ന ദിവസമാണ്. അത് കടമുള്ളൊരു ദിവസമാണ്. കുർബാനയിൽ ഈശോയുടെ ജനനം, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ്, അതിലൂടെ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഇത്രയുമാണ് ആ കുർബാനയിൽ നടക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് ഈശോയാണ്. അപ്പോൾ ഈശോ നമ്മുടെ തെറ്റുകൾക്ക് പരിഹാര ബലിയായി ഈശോ തൻ്റെ ജീവൻ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ സുവിശേഷത്തിലൊരു വചനമുണ്ട്, യോഹന്നാൻ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയതായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ വചനത്തിലൂടെ നമ്മുടെ സ്വർഗസ്നായ പിതാവ് നമുക്ക് ഈശോയിലൂടെ നമുക്കെല്ലാം തന്നു. അപ്പോൾ ഈശോയുടെ കുരിശുമരണം നമുക്ക് ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഈശോ മാതാവ് കുരിശുമരണം സ്വീകരിച്ചത്. അപ്പോൾ അതിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നുമല്ല. ദൈവം അനുഭവിച്ച വേദനയുടെ 1% പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മുടെ വേദനയിൽ നമ്മൾ ഓർക്കും, ദൈവമേ നമുക്ക് മാത്രം ഇത്രയും ഉള്ളൊരു വേദന വന്നത്, നമ്മളങ്ങ് തകർന്നു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈശോയുടെ കുരിശുമരണം നമ്മളത് ഓർത്താൽ തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നമ്മളെ സഹായിച്ച് നമുക്ക് ഇത്രയൊരു വേദന തന്നിട്ടില്ല. ദൈവം നമുക്ക് സഹനം നൽകിയത് മറ്റൊന്നുമല്ല. ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് സഹനം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പരീക്ഷയിൽ എനിക്കത് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ദൈവത്തെ തേടിയത്. അപ്പോൾ ആ സഹനം വന്നപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. സത്യദൈവം ഈശോയാണെന്ന് ഞാൻ കണ്ടെത്തി. ഞങ്ങൾ അക്രൈസ്തവരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈശോയെ തേടുകയാണ് ചെയ്തത്. ഈ സന്നിധിയിൽ വന്നപ്പോൾ ഈശോയും അമ്മ മാതാവുമാണ് സത്യദൈവം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഈശോ പറഞ്ഞിട്ടുണ്ട്,
ഈശോയുടെ വചനം വിശ്വസിക്കുന്നവർക്ക് ദൈവം മക്കളാകാൻ അവൻ കഴിവ് നൽകി. ആ വചനം ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഈ പ്രാവശ്യം, അതായത് സെപ്റ്റംബർ 18-നായിരുന്നു എൻ്റെ കേറ്ററ്റ് പരീക്ഷ. 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എഴുതി. ഈശോയിൽ ശരണം വെച്ചുകൊണ്ട് അമ്മ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എഴുതിയത്. ഞാൻ ഒരാളെ ഇനി പാസ്സാവാത്തതുള്ളൂ. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ പ്രാവശ്യം എന്നെ പരീക്ഷയിൽ പാസ്സാക്കണമേ. കാരണം എനിക്ക് മറ്റൊരാളോട് ഞാൻ കൃപാസന പത്രം കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യം പറയണം. അപ്പോൾ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മേ മാതാവേ, എന്നെ പ്രത്യക്ഷീകരണത്തിന് എന്നെ ഒരു സാക്ഷിയാക്കണമേ എന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ഈ പ്രാവശ്യം എൻ്റെ റിസൾട്ട് വന്നത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച, ദൈവമേ, സെപ്റ്റംബർ 18-ന് പരീക്ഷ കഴിഞ്ഞു. പിന്നെ ഒരറിവും ഇല്ലാതായി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, റിസൾട്ട് വന്നില്ലേ, പരീക്ഷ പാസ്സായില്ലേ, അതിന് ഇത്രയും നാളുമായിട്ട് റിസൾട്ട് വരാത്തത് എന്തേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, റിസൾട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കൊരു ജോലി വേണമെങ്കിൽ നമുക്ക് കേറ്ററ്റ് പരീക്ഷ പാസ്സായിട്ടേ നമുക്ക് സ്കൂളുകളിൽ കൊടുത്തിടാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഡിസംബർ 8 അമ്മയുടെ പിറന്നാളാണ്. മാതാവ്, എനിക്ക് ഡിസംബർ 8-ന് മുന്നേ എനിക്ക് എൻ്റെ പരീക്ഷാഫലം എന്നെ അറിയിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ 8-ാം തീയതി ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ഡിസംബർ 6-ാം തീയതി അമ്മ മാതാവ് എനിക്കൊരു സന്തോഷ വാർത്ത നൽകി. അന്ന് വൈകുന്നേരമാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ടാണ് പറഞ്ഞത്, എടി, നീ റിസൾട്ട് വന്നോ, നീ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, പത്രത്തിലും ടി വിയിലൊന്നും കണ്ടില്ല, കാരണം അന്ന് ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് കേറ്ററ്റിൻ്റെ പരീക്ഷാഫല പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു, ആണോ, ഞാനിവിടെ പാലായിലാണ്. പാലായിൽ അന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന കുരിശുപള്ളിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് ഞാൻ നോക്കട്ടെ, എനിക്കറിയത്തില്ല. വീട്ടിൽ വന്ന് ഞാൻ നോക്കി. ഞാൻ അതിനു മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ പരീക്ഷ തോറ്റാലും ജയിച്ചാലും ഞാൻ മാതാവിനെ വിട്ടു പോവുകയില്ല, മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി. ഞാൻ ആ സൈറ്റ് ലോഗിൻ ചെയ്തു, ഓപ്പണാക്കി നോക്കിയപ്പം എനിക്ക് ജയിക്കാവുന്ന മാർക്ക് ഒരു 80 മതി. ദൈവം എനിക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് തന്ന് എന്നെ ഈ പ്രാവശ്യം പരീക്ഷയിൽ പാസ്സാക്കി. അങ്ങനെ ഈ വർഷം ഞാൻ കേറ്ററ്റ് പാസ്സായി. അമ്മ മാതാവ് അങ്ങനെ എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റി. അങ്ങനെ അത് ഞാൻ സാക്ഷ്യം പറഞ്ഞ്, എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുകയും വിശുദ്ധ തൈലം പുരട്ടി ഞാൻ എൻ്റെ സാക്ഷ്യം, എൻ്റെ ജീവിത സാക്ഷ്യം തന്നെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് രോഗപീഠകളാണെങ്കിലും പരീക്ഷ, ഇപ്പോൾ ഒത്തിരി പേര് ILT ജർമ്മൻ പോകാനൊക്കെ ഒത്തിരി പേര് കാത്തിരിപ്പുണ്ടല്ലേ. അപ്പോൾ അവർ പറയും, 1-2 പ്രാവശ്യം എഴുതി കിട്ടിയില്ല, ഉടമ്പടി എടുത്ത് ഒന്നും സാധിച്ചില്ല. അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒറ്റ ഉത്തരവേ പറയാനുള്ളൂ, നമ്മൾ തീരുമാനിക്കുന്നത് പോലെയല്ല നമ്മുടെ ജീവിതം. നമ്മൾ ഒന്ന് തീരുമാനിക്കും, ദൈവം വേറെയാണ്. ആ ദൈവം വേറെയാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഒരിക്കലും നടക്കുകയില്ല. ദൈവത്തിനറിയാം എപ്പോൾ എന്ത് തരണമെന്നുള്ളത്. ദൈവത്തെ വിശ്വസിക്കുക. അപ്പോൾ ദൈവം അത് കൃത്യസമയത്ത് നമുക്കത് നൽകും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ സാക്ഷ്യത്തിലൂടെ പറയാനുള്ളത്. കാരണം ദൈവം ഓരോ പദ്ധതികളും നടപ്പിലാക്കും. പക്ഷേ അത് നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിനറിയാം നമുക്കത് എപ്പോൾ തരണമെന്നുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ 1ാമത്തെ നിയോഗം. അത് ദൈവമാതാവ് എന്നെ അതിലൊരു സാക്ഷിയാക്കി മാറ്റി. 2ാമത്തെ കാര്യം, ഞങ്ങൾക്ക് നല്ലൊരു ഭവനമില്ലായിരുന്നു. ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ഒരു സർക്കസ് കൂടാരം എന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം നല്ലൊരു ഭവനമല്ല. മഴ പെയ്താലും വെള്ളമെല്ലാം വീടിൻ്റെ അകത്തേക്കാണ് വരുന്നത്. അപ്പം മഴ ഇഷ്ടമാണ്, പക്ഷേ മഴ പെയ്യുമ്പോൾ ഭയമാണ് കിടന്നുറങ്ങാൻ, കാരണം വെള്ളമെല്ലാം മുഖത്തോട്ടാണ് വീഴുന്നത്. അപ്പം അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങൾക്ക് നല്ലൊരു ഭവനമില്ല, ഞങ്ങൾക്ക് നല്ലൊരു ഭവനം അമ്മ മാതാവ് പണിത് തരണേന്ന് പറഞ്ഞു. ആ ഇടയ്ക്കാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞങ്ങൾ വീടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തു. പിന്നെ ഒരു അറിവുമില്ല, നമ്മൾ അപേക്ഷ കൊടുത്തതേ ഉള്ളൂ. പിന്നെ എൻ്റെ അമ്മ ഇവിടെ നമ്മുടെ പെര അടിച്ച് വാരിക്കൊണ്ടിരിക്കുക. അന്നേരം എൻ്റെ അമ്മയുടെ അനിയത്തി ചിറ്റ വിളിച്ചു. അപ്പം എൻ്റെ അമ്മയുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ നല്ല വീടുണ്ട്, നമുക്ക് മാത്രം അങ്ങനെ നല്ലൊരു വീടില്ല. അപ്പം അമ്മ പറഞ്ഞു, എല്ലാവർക്കും നല്ല വീടുണ്ട്, എനിക്കൊരു ഭവനമില്ല. അന്നേരം എൻ്റെ ചിറ്റ പറഞ്ഞു, നിനക്ക് അമ്മ മാതാവ്, കൃപാസന മാതാവ് ഇല്ലേ, നിനക്ക് ഒരു വീട് കിട്ടും, മാതാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തി തന്നില്ലേന്ന് ചോദിച്ചു. അത് പറഞ്ഞ് ഫോൺ വെച്ചു. അമ്മ കരഞ്ഞ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് നല്ലൊരു ഭവനം തന്ന അതിലൊരു ദിവസം അന്തി ഇറങ്ങി പിറ്റേ ദിവസം എന്നെ വിളിച്ചോളൂ, ഞാൻ സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞു. ആ നിമിഷം പറഞ്ഞു അമ്മ
കഴിഞ്ഞ അച്ചാച്ചനെ ഒരാവശ്യത്തിന് വിളിച്ചു. അതായത് വീട്ടിലെ ഒരു ഇങ്ങനെ ചായപ്പൊടി അങ്ങനെ എന്തെങ്കിലും തീർന്നു പോയാൽ ഉടനെ അമ്മ അച്ചാച്ചയെ വിളിക്കും. അച്ചാച്ചനെ വിളിച്ചപ്പോൾ ഫോൺ ബിസിയാണ്, നമ്പർ ബിസിയാണ്. പിന്നെ അമ്മ അടുത്ത പണി അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞ് അച്ചാച്ച തന്നെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, എടീ പഞ്ചായത്തിൽ നിന്ന് സാറന്മാർ വിളിച്ചു, നമ്മുടെ വീടിന് ലോൺ പാസ്സായി, നാളെ തന്നെ പഞ്ചായത്തിൽ വന്ന എല്ലാ രേഖകളും കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ അമ്മ ആകെ സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്നറിയത്തില്ല. അന്ന് ആ നിമിഷം തന്നെ അമ്മ കരഞ്ഞ് ആ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഇപ്പോൾ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ, മാതാവ് അത് ആ നിമിഷം തന്നെ അത് നടപ്പിലാക്കി പാസ്സാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് പണിയുടെ എല്ലാ രേഖകളും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാതാവ് പണിത് തന്നത് വീടുകൾ. കാരണം വീടിൻ്റെ പ്ലാൻ ഒന്ന് പഠിച്ചു, മാതാവ് അത് വീണ്ടും മാതാവ് തന്നെ ഡിസൈൻ ചെയ്ത് ഒരു കൊച്ചു വീടേ ആഗ്രഹിച്ചുള്ളൂ. പണിത് വന്നപ്പം നല്ല സൗകര്യമുള്ളൊരു വീടാണ്. 2.5 സെൻറ്റേ ഉള്ളൂ ഞങ്ങൾക്ക്. ആ സ്ഥലത്തിൽ നല്ല സൗകര്യത്തോടു കൂടിയുള്ളൊരു വീട് അമ്മ മാതാവ് പണിത് തന്നു. അങ്ങനെ ഞങ്ങളെ വീണ്ടും അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റി. അതാണ് 2ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്. 3ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മ ഒത്തിരി ഇവിടെ കുടുംബശ്രീകളിൽ ചോദിച്ചു എന്നെ ഇതിൽ പങ്കു ചേർക്കാമോ എന്ന്. പക്ഷെ അവരാരും ചേർത്തില്ല. എന്നിട്ട് അമ്മ തന്നെ തീരുമാനിച്ചു, എന്നാൽ ഞാൻ മുന്നോട്ടിറങ്ങി നമുക്ക് ഒരു കുടുംബശ്രീ രൂപീകരിക്കാമെന്ന്. അപ്പോൾ അമ്മ അതിനുവേണ്ടി ഇറങ്ങി എല്ലാവരോടും കുടുംബശ്രീയുടെ കാര്യങ്ങളും അതിൻ്റെ ആവശ്യകതകളും നമുക്കിങ്ങനെ കുടുംബശ്രീ കൂടണം എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ 10 പേരെ സംഘടിപ്പിച്ചു, വന്നത് 30 പേരാണ് വന്നത്. എങ്ങനെയോ പറഞ്ഞു വന്നു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം കുടുംബശ്രീ 30 പേര് കൂടി ലാസ്റ്റ് ഓരോരുത്തരും അതിൽ നിന്ന് ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞ് കുറച്ച് പേര് പിരിഞ്ഞു. എന്നാലും ബാക്കി 20 പേരുണ്ട്. അപ്പോൾ അത് വന്നിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയും കാശുമുള്ള സമ്പന്നരായ കുടുംബക്കാരാണ്. അപ്പം നമുക്ക് കാശില്ല, അങ്ങനെ നമ്മളൊരു സാധാരണ കുടുംബമായിപ്പോയി. അപ്പം നമുക്ക് ലോൺ ചോദിച്ചാൽ ലോൺ തരികയില്ല. ഇവർ ചോദിക്കുന്നത് ഇവർക്ക് ലോൺ കൊടുത്താൽ ഇവരെങ്ങനെ തിരിച്ചടയ്ക്കും, എന്ത് വിശ്വാസത്തിലാണ് കൊടുക്കേണ്ടതെന്നായിപ്പോയി. അങ്ങനെയാണ് അവർ ചോദിച്ചത്. കുടുംബശ്രീ കൊണ്ടത് അമ്മയാണ്. പക്ഷേ ലോൺ കൊടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇവരെ എങ്ങനെ വിശ്വസിച്ച് കൊടുക്കുമെന്നാണ് അവർ ചോദിച്ചത്. ലോൺ തന്നില്ല. അന്ന് കൊറോണ കാലത്തൊക്കെ ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തലായിരുന്നു. കാരണം കുടുംബശ്രീ തന്നെ ഒത്തിരി കള്ളത്തരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, കാരണം നമുക്കറിയാം കുടുംബശ്രീയിലുള്ളവർക്കൊക്കെ അറിയാം അല്ലേ, അപ്പം അതിനകത്ത് സെക്രട്ടറി പ്രസിഡൻ്റ് ഉണ്ട്. അപ്പം ഒരു 10 അംഗങ്ങളുണ്ടോ, ആ 10 അംഗങ്ങളുടെയും പൈസ പിടിച്ച് നമ്മൾ ബാങ്കിൽ അടയ്ക്കണ്ടേ, കയ്യിൽ കരുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കള്ളത്തരം കണ്ടപ്പോൾ അമ്മയൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ ചോദിച്ചതിൻ്റെ പേരിൽ പിന്നീട് അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തി. കുടുംബശ്രീ നടക്കുമ്പോൾ ആ പരിസരത്ത് അമ്മയെ കയറ്റുകയില്ല. അങ്ങനെ ഓരോ വിഷമങ്ങളും സാഹചര്യങ്ങളുണ്ട്. അമ്മ കൊടുക്കുന്ന പൈസ അവർ സ്വീകരിക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ കൃത്യമായിട്ട് ബാങ്കിൽ അടച്ചു. അങ്ങനെ അടച്ചതിന് പിന്നെ ഞങ്ങൾക്ക് അവർ തന്നെ ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് ഉന്നതരായ ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചപ്പോൾ എന്ത് കാരണത്താലാണ് ഇവരെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇവരെ കുടുംബശ്രീയിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ ചോദിച്ചു. കാരണമൊന്നുമില്ല, പൈസ അവർ മേടിച്ചില്ലെങ്കിലും കൃത്യമായി ഞങ്ങൾ അടച്ചു. വേറെ കാരണം ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു സാധാരണ കുടുംബം. അങ്ങനെ അവരെല്ലാവരും ഞങ്ങൾക്കെതിരെ നിന്നു. പക്ഷേ ദൈവം നീതിമാൻ്റെ പക്ഷത്തായതുകൊണ്ട് വിജയം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു. ഞങ്ങളെ പുറത്താക്കാൻ നോക്കിയ അവരെ പഞ്ചായത്തിൽ നിന്ന് ഉന്നതരായ ഉദ്യോഗസ്ഥരെ അവരെ പുറത്താക്കി. ഇങ്ങനെ ഒരു കുടുംബശ്രീ ഇനി ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സത്യസന്ധമായി എന്ത് പ്രവൃത്തി ചെയ്താലും ദൈവം കൂടെയുണ്ട്. കാരണം ദൈവം നീതിമാനാണ്. നീതിമാൻ്റെ പക്ഷത്തെ ദൈവം കൂടെ ഉള്ളൂ. ചതി വഞ്ചനയുടെ കൂടെ ഒരിക്കലും ദൈവം കൂടെ നിൽക്കുകയില്ല. അതുപോലെ തന്നെ 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തിയവർ എനിക്ക് പെട്ടെന്ന് വിഷമം തട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് വിഷമം തട്ടും. പക്ഷേ ഞാൻ പ്രതികരിക്കുകയില്ല. വീട്ടിൽ വന്ന ഞാൻ തന്നെ ഇരുന്ന് കരയുള്ളൂ ദൈവത്തിനെ നോക്കി. ദൈവമേ, ദൈവം എന്നെ ഇത് കാണുന്നില്ലേന്ന് ചോദിക്കും. എല്ലാം ദൈവത്തിനോടാണ് പറയുന്നത്. വീട്ടിൽ വന്ന അച്ചാച്ചയോടും അമ്മയോടും പറയും, എങ്കിലും ഞാൻ ദൈവത്തിനോട് കൂടുതൽ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ശാന്തരായി ഇരുന്നത് കൊണ്ടും ഞാൻ സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ദൈവം തന്നെ എന്നെ ഈ നിലയിൽ കൊണ്ടുവന്നു എന്നുള്ളത്. ഞാൻ ഇന്നേ വരെ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല. ഒരു സ്റ്റേജിൽ കയറാത്ത ആളാണ് ഞാൻ. ഇന്ന് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഞാൻ ദൈവത്തിന് സാക്ഷിയായി ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നു. ദൈവം എന്നെ സാക്ഷിയാക്കി ഇങ്ങനെ ഒരു സന്നിധാനത്തിൽ സാക്ഷ്യം പറയുവാനാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ എൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് എല്ലാവരോടും ഉടമ്പടി എടുത്ത എല്ലാ
ദൈവഭക്തരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം, നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുക. നമ്മുടെ നിയോഗങ്ങളല്ല, നമ്മുടെ ഭൗതിക നിയോഗങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതല്ല നമ്മൾ നടന്നോ നോക്കേണ്ടത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞോ, ദൈവം നമുക്ക് കുർബാനയിലൂടെ ഈശോ വരുന്നു. അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ തേടുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവം തരും. കാരണം ദൈവത്തിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയതായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം, അപ്പോൾ ആ വചനം ദൈവ സ്വർഗസ്വനായ പിതാവ് ഈശോയിലൂടെ നമുക്കെല്ലാം തന്നു, സകലതും തന്നിട്ടുണ്ട്. ഇനി നമ്മളാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ചുമതല കർത്തവ്യങ്ങൾ എന്താണോ അത് നമ്മൾ സത്യസന്ധമായും അത് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യണം. അപ്പോൾ തീർച്ചയായും നമ്മളെയും മാതാവും ഈശോയും പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി നമ്മളെയും ഈ സന്നിധാനത്തിൽ ഉടമ്പടി പറയാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് വിശുദ്ധ തൈലം കിട്ടി കുരിശടയാളം പഠിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എല്ലാവർക്കും എൻ്റെ ജീവിതാനുഭവം പറഞ്ഞ എല്ലാവരോടും ഞാൻ പത്രം കൊടുക്കും. പിന്നെ കുറച്ച് പേർക്ക് വായിക്കാൻ അറിയത്തില്ല, അത് ഞാൻ അവർക്ക് വായിച്ചു കൊടുക്കും. സാക്ഷ്യങ്ങൾ, കൃപാസന പത്രത്തിലെ സാക്ഷ്യങ്ങൾ വായിച്ചു കൊടുക്കും. ഞാൻ പറയും, ഇത് നിങ്ങൾ വിശ്വസിക്കണം, ഇത് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ അവർ പറയുന്നത്, അപ്പം അത് നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക. നമ്മൾക്ക് ഈ കൃപാസനം എന്ന സന്നിധിയിൽ വന്നാൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്തായാലും കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം അമ്മ മാതാവ് സാധിച്ചു തരുമെന്നാണ് ഞാൻ പറയുന്നത്. കാരുണ്യ പ്രവർത്തികൾ ഞാനും അമ്മയും വീട്ടിൽ നിന്ന് 10 പൊതിച്ചോറ് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ എന്നും ആദ്യ വെള്ളിയാഴ്ച ഇവിടെ പള്ളിയിൽ ഒത്തിരി പേര് വരും, ഇങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവർ, അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു വ്യക്തിയെയും ഞങ്ങൾ ഉപേക്ഷിക്കുകയല്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഞങ്ങൾ അവിടെ കൊടുക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനും അമ്മയും പാലായിക്ക് പോയതാ കുരിശുപള്ളിയിൽ. അപ്പോൾ കയ്യിൽ ഒരു 500 രൂപയുണ്ടെങ്കിൽ അതിൽ ഒരു 300 രൂപ കൈ നീട്ടുന്നവർക്കാണ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം, കാരണം മാതാവും ഈശോയും പല രൂപത്തിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. കാരണം അത് ബിഷപ്പ് ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെഴുകുതിരി കത്തിക്കുന്ന ഒരു സാധാരണ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരൊരു 10 രൂപ ചോദിക്കുമ്പോൾ ഒരു 30 രൂപ കൊടുക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് പാവപ്പെട്ടവരിൽ ദൈവമുണ്ട് എന്നാണ്. കാരണം ദൈവം പല രൂപത്തിലാണ് വരുന്നത്, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം അത് ദൈവമാണെന്ന് വിശ്വസിച്ച് ഞാൻ ദൈവത്തിന് തന്നെ ഞാൻ ആ പൈസ കൊടുക്കും. അന്നേരം ഞാൻ ആ വ്യക്തിക്ക് പൈസ കൊടുക്കുമ്പോൾ ഞാൻ പറയും, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ മുന്നിൽ കൈ നീട്ടുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒരു 10 അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയാവുന്നത് എൻ്റെ കയ്യിൽ എന്താണോ അത് ഞാൻ കൊടുക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ഇവിടെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുണ്ട്, അവർക്ക് ഞാൻ നല്ല വസ്ത്രങ്ങൾ, ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് ഇങ്ങനെ കല്ലും പൂക്കളും ഉള്ള ഡ്രസ്സുകളോടുള്ള താല്പര്യം കുറഞ്ഞു. ഇങ്ങനെ നല്ല ഡ്രസ്സിനോട് എനിക്കിപ്പോൾ ഒരു ഒരു ലൈറ്റ് ഡ്രസ്സിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ ഞാൻ ആ നല്ല വസ്ത്രങ്ങളൊക്കെ ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തു. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ ഈശോയുടെ നാമത്തെ മഹത്വം, ഇതാ കുട്ടികൾക്ക് കൊടുത്തു. ആ കുട്ടികളെ കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. അപ്പം നമ്മൾ ഓർക്കും നമ്മൾ എന്ത് ഭാഗ്യവതികളാണ്, ഭാഗ്യവാന്മാരാണെന്ന് ഓർക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആഷാ കുഞ്ഞുമോൻ. ഞാൻ കോതമംഗലം നെല്ലിക്കുഴി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2020 ജനുവരി 22-ാം തീയതിയാണ്. അതിനുശേഷം കൊറോണ വന്നതുകൊണ്ട് ഞാനത് ഉഴപ്പിപ്പോയി. പിന്നീട് വന്ന് ഞാൻ പുതുക്കിയത് 2024 മാർച്ചിലാണ്. മാർച്ചിൽ വന്ന് ഉടമ്പടി പുതുക്കി അതേ 2024 ജൂണിൽ തന്നെ ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ള കൃപയും അനുഗ്രഹവും ഈശോ തന്നു. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു കുട്ടി കൃപാസന പത്രം കൊണ്ട് തന്നിരുന്നു, അതുവഴിയാണ് വന്നത്. അതിക്ക് മുമ്പേ ഞാൻ കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ആ പത്രം കിട്ടിയത് പിന്നീടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീട് വിറ്റതിനെ പറ്റിയും അത് വിൽക്കാനുണ്ടായ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് വിറ്റ് ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. വീട് വിറ്റതിന് ശേഷം
ഞാൻ ഒരു 10 സെൻറ്റ് സ്ഥലം വേണം എന്ന് പറഞ്ഞ് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 10 സെൻറ്റ് സ്ഥലം, ആദ്യം വിറ്റത് 6 സെൻറ്റ് സ്ഥലവും വീടും ആയിരുന്നു. രണ്ടാമത് ഞാൻ ആഗ്രഹിച്ചത് 10 സെൻറ്റ് സ്ഥലമാണത്. എനിക്ക് കുറേ ചെടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എഴുതി. കാര്യം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു 7-8 സെൻറ്റ് സ്ഥലമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ എഴുതിയപ്പോൾ 10 സെൻറ്റ് എന്ന് എഴുതി. കാരണം കോതമംഗലം നെല്ലിക്കുഴി ഭാഗത്ത് സ്ഥലത്തിന് നല്ല വിലയാണ്, വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, ഏരിയയാണ്. എങ്കിലും ഞാൻ അങ്ങനെ എഴുതി വെച്ചു. അമ്മയോട് ഞാൻ എന്നിട്ടൊരു വില ഞാൻ പറഞ്ഞു, ഈ വിലയ്ക്കുള്ളിൽ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം കിട്ടണം അമ്മേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വിലയ്ക്ക് തന്നെ എനിക്ക് സ്ഥലം വാങ്ങാൻ സാധിച്ചു. സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പെര വയ്ക്കാനുള്ള പൈസ ബാലൻസ് ഇല്ലായിരുന്നു, കുറച്ച് പൈസയെ പിന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് പണയം എടുക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വാടകയ്ക്ക് കല്യാണം കഴിഞ്ഞ് 10 വർഷത്തോളം ഞങ്ങൾ താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വാടകയ്ക്ക് പോകാനോ പണയത്തിന് പോകാനോ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വാടകയ്ക്ക് വരില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിനക്ക് ഇച്ചിരി വാശി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എന്ത് വന്നാലും ഞാൻ ഇനി വാടകയ്ക്ക് പോകില്ല, അമ്മ മാതാവ് അതിനുള്ള ഇതുണ്ടാക്കി തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, തറ പണിതിടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. തറ പണി തുടങ്ങി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, തറ പണി തുടങ്ങിയത് ഓർമ്മയുണ്ട്. പിന്നെ 85-ാമത്തെ ദിവസം ഞങ്ങൾ വീട് വെഞ്ചരിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് വീട് വെഞ്ചരിച്ച് ഞങ്ങൾക്ക് അവിടെ കയറിക്കൂടാൻ സാധിച്ചു. അതിന് കാരണം ഞാനവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ വാനം തൊടുന്നതിന് തലേ ദിവസം ഞാൻ അവിടെ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കല്ലിടുന്നതിൻ്റെ തലേ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കട്ട്ള വെപ്പിൻ്റെ തലേ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പം നമ്മുടെ ഉടമ്പടി തിരി ബാക്കി വരുന്ന ചെറിയ തിരികൾ കൊണ്ടുപോയി അവിടെ കത്തിച്ച് വെച്ചാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. പിന്നെ കൂടെ കൊണ്ടുപോയി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 85-ാമത്തെ ദിവസം തന്നെ വലിയ കടമൊന്നും ഇല്ലാതെ തന്നെ, അതെങ്ങനെ നടന്നു എന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോഴും അത് പറയാറുണ്ട്, ഇതെങ്ങനെ സാധിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. 1200 സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടം എല്ലാ പണിയും തീർത്ത്, വർക്ക് ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ പണിയും തീർത്ത് ഞങ്ങൾക്ക് കയറി കിടക്കാൻ സാധിച്ചു. പിന്നീട് ഇപ്പോൾ ഈ 1 വർഷമാവുന്നു ഞങ്ങൾ കെട്ടിടം പണി കഴിഞ്ഞിട്ട് താമസം തുടങ്ങിയിട്ട്. ഈ 1 വർഷത്തിനുള്ളിൽ ചില്ലറ കടങ്ങളുണ്ടായതെല്ലാം ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചു, വർക്ക് ഏരിയ എടുക്കാൻ സാധിച്ചു. അതിനൊക്കെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. പിന്നീട് അമ്മ മാതാവിനോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അമ്മ മാതാവേ പണി തീർത്ത് എനിക്ക് കയറി കിടക്കാൻ പെട്ടെന്ന് പറ്റുവാണെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ചെറിയ ഗ്രോട്ടോ പണിത് വെച്ചേക്കാം മുറ്റത്ത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വെക്കാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കേൾക്കുന്നവരൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കായിരുന്നു അത്. ഞാൻ അതുപോലെ ഒരു ചെറിയ ഗ്രോട്ടോ പണിത് ഞാൻ അമ്മ മാതാവിൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെരപണിയാണയ്ക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തത്, സ്ഥലത്ത് കിണർ വേണമായിരുന്നു. പെരപണിയാനുള്ള വെള്ളം വേറെ ഒരിടത്തും കിട്ടാനില്ല. കിണർ പണി തുടങ്ങി. കിണർ പണി തുടങ്ങുന്നതിന് മുമ്പ് കുറ്റി വെച്ചു. ഒരു ഇക്കായാണ് വന്ന് കുറ്റി വെച്ചത്. കുറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉടമ്പടി തൈലം ഒഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മ ഒരു വ്യാഴാഴ്ചയാണ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. ബുധനാഴ്ച വൈകിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മ മാതാവേ ഞായറാഴ്ച ആകുമ്പോൾ ഇത് എത്ര കോല് താഴുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞായറാഴ്ച അവിടെ വെള്ളം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്, ഒരടയാളം അമ്മ എനിക്ക് തരണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശനിയാഴ്ച വൈകുന്നേരമായപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു 4 കോല് പോലും താന്നില്ല, അവിടെ കരിമ്പാറയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി തകർന്നുപോയി. പൈസ ഇല്ലാത്ത സമയം എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. രാവിലെ 5:30 പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല. എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് ഞാൻ കരഞ്ഞപ്പോൾ മെഴുകുതിരി വല്ലാണ്ട് പൊട്ടിത്തെറിക്കണം. ഇതിങ്ങനെ ഒച്ച കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി. എനിക്കിത് ഒരുപാട് അനുഭവം ഉള്ളതാണ്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, തിരികത്തിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മെഴുകുതിരി ആളിക്കത്തും. അത് പലപ്പോഴും എനിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മെഴുകുതിരിയോട്ട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മെഴുകുതിരി ആളിക്കത്തുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ കരച്ചിലൊക്കെ തന്നെ നമ്മുടെ നിൽക്കും. എൻ്റെ കരച്ചിലപ്പോഴേക്കും നിന്നപ്പോഴേക്കും മെഴുകുതിരി വീണ്ടും കത്തി തുടങ്ങി. അന്ന് കുർബാനയ്ക്ക് പോയി. ഞായറാഴ്ചയായിരുന്നു. കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും പിള്ളേരും സ്ഥലത്ത്, ചേട്ടൻ ആദ്യത്തെ കുർബാനയ്ക്ക് പോയിട്ട് കരണ്ടിന് വേണ്ടിയിട്ട് മീറ്റർ പിടിപ്പിക്കാനുള്ളൊരു സാധനം പണിയണമായിരുന്നു. അതിന് വേണ്ടി ചേട്ടൻ നേരത്തെ പോയിരുന്നു. ഞാനും പിള്ളേരും രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കിണറിലൊന്ന് പോയി നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ 4 കോല് പോലും താന്നിട്ടുള്ള പാറ കണ്ടു. തലേ ദിവസം തന്നെ പാറ പൊട്ടിക്കാനുള്ള ആളെ കൊണ്ടുവന്ന് ചേട്ടൻ വൈകുന്നേരം 5:30 ആയപ്പോൾ കാണിച്ചിട്ടാണ് ചേട്ടൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഞായറാഴ്ച ഞാൻ പോയി ഇറങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കിണറിലൊന്ന് നോക്കിയേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിയേന്ന് ചോദിച്ചു. പറഞ്ഞു ഉറവ പോലെ എന്തോ ഒന്നാ കിണറിൽ കാണുന്നടി പാറയിൽ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഉറവ പൊട്ടി വരുന്നതാണ്. പാറയിൽ നിന്ന് ഉറവ പൊട്ടി വരുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് പിള്ളേരും
പിള്ളേർക്ക് കുറച്ച് വിശ്വാസത്തിൻ്റെ ഇതിലൊക്കെ ഇച്ചിരി ഇതുള്ള പിള്ളേരാണ്. അപ്പോൾ പിള്ളേർ വേഗം പറഞ്ഞു പിന്നെ വല്ല മൃഗങ്ങളും ഇറങ്ങി മുള്ളിയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഉറവ നമുക്ക് കണ്ടറിയാം, മണലരിച്ചരിച്ചിറങ്ങി വരുന്നത് കണ്ടറിയാം എന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾ കിണറുതാത്ത് നിൽക്കാൻ അപ്പം തന്നെ വിളിച്ച് വരുത്തി അയക്ക് ഇറങ്ങി നോക്കിയിട്ട് പറഞ്ഞു അത് ഉറവ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് 5-6 തവണ പൊട്ടിക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾക്കുള്ള വെള്ളം കിട്ടി. പിന്നെ വേനയ്ക്ക് കുറച്ച് വെള്ളം കുറവായിരുന്നു. അപ്പോഴും ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോടെ മുമ്പിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയി ഉപ്പും കലർത്തി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കിണറിലിട്ടു. ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ആ കിണറിലുണ്ട്. പിന്നെ ഒരു സാക്ഷ്യമെന്ന് പറയാനായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ഈ ഇടതുവശത്തെ കഷത്തെ ഒരു മുഴ കണ്ടു. ഒരു നെല്ലിക്കാ മുഴുപ്പിലൊരു മുഴയായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് വല്ല വാതപ്പരുവൊക്കെ വന്നതായിരിക്കും എന്നാണ് ഓർത്തത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് മുഴ തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി എൻ്റെ മനസ്സിൽ തോന്നി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയേക്കണ ഒരു വലിയ അനുഗ്രഹമാണ്. എന്ത് ടെൻഷൻ വന്നാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ അത് മാറും. പിന്നെ അത് അത്ര വലിയ കാര്യമാക്കി എടുക്കില്ല. ഞാൻ പിന്നെ അത് മറന്നുപോയി. പിന്നെ ഇടയ്ക്ക് കുളിക്കുമ്പോഴൊക്കെയാണ് ഞാനത് ഓർക്കുന്നുള്ളൂ. പിന്നീട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിസ്സാരമല്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ പിള്ളേരോട് പറഞ്ഞില്ല, ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു മുഴ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ നോക്ക്, വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് കുളി കഴിഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം വല്ല പുരട്ടിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഇത് കൊണ്ടിട്ട് ഞാൻ ആശുപത്രിയിൽ പോയാൽ ബയോസിക്ക് അയക്കും. പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ കേട്ടോ, ഇതിപ്പോൾ തന്നെ മാറ്റിക്കളഞ്ഞേരം. അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം അറിയാലോ, എനിക്ക് സൂചി കാണുന്നത് എന്നെ പേടിയാണ്, പിന്നെ മരുന്ന് കഴിക്കാനും മടിയുള്ള ആളാണ് ഞാൻ, ഇതിപ്പോൾ തന്നെ മാറ്റി തന്നേരേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ കാര്യം മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ ഞാനിത് ഓർത്തപ്പോൾ ഞാൻ നോക്കിയപ്പം ആ സ്ഥലത്ത് ഒരു മുഴയുമില്ല, അത് മാഞ്ഞുപോയി. പിന്നെയുള്ള സാക്ഷ്യം, ഞാൻ അമ്മ മാതാവിനെയും ഉണ്ണീശ്വനെയും ഒരിക്കൽ സ്വപ്നം കണ്ടു. ഒരിക്കലല്ല, അമ്മ മാതാവിനും ഈശ്വനെയും ഇടയ്ക്ക് ഞാൻ കാണാറുള്ളതാണ് സ്വപ്നത്തിൽ. അപ്പോൾ ഇതുപോലെ സ്വപ്നം കണ്ടു കഴിഞ്ഞ് അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിൽ ഉണ്ണീശോയും അമ്മ മാതാവിൻ്റെ രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സാക്ഷ്യം എനിക്കുണ്ട്. ഇന്ന് മുഴുവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും തീരാത്ത സാക്ഷ്യങ്ങളാണ്. അതൊക്കെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യങ്ങളാണ്. എനിക്ക് എല്ലാ ദിവസവും അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടാറുണ്ടായിരുന്നു. റോസാപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ചന്ദനത്തിൻ്റെ എല്ലാ ദിവസവും കിട്ടുമായിരുന്നു. ഇപ്പം ഇച്ചിരി കുറവാണ്. ഇപ്പം അതിൻ്റേതായ ഒരു കുറവ് എനിക്കുണ്ട്. കാരണം പ്രാർത്ഥനയൊക്കെ ഒന്നൊക്കെ ഇച്ചിരി കുറവുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു സങ്കടം വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈശോ അമ്മ മാതാവ് ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മെഴുകുതിരിയിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരാറുണ്ട്. അതെനിക്കൊരു വലിയ ഭാഗ്യമായിട്ട്, എനിക്ക് ഏറ്റവും എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അത് തന്നെയാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അമ്മ മാതാവിനെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈശോ അപ്പ എന്നോട് നേരിട്ട് സംസാരിക്കുക, ഉറക്കത്തിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ ഭാഗ്യം. ഇപ്പോഴും ഞാൻ നിയോഗം ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഈ തവണ എനിക്കില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ മക്കളുടെ കാര്യങ്ങളിലൊക്കെ കുറേ ടെൻഷനും കാര്യം, പക്ഷേ ഞാൻ നിയോഗമൊന്നും എഴുതിയിട്ടില്ല. അമ്മ മാതാവ് എനിക്ക് നടത്തി തരും. കാരണം ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളെക്കാൾ നിയോഗത്തിൽ വെക്കാത്ത വേണ്ട കാര്യങ്ങൾ വീട്ടിൽ എന്താണോ അത്യാവശ്യം അതാണ് എനിക്ക് അമ്മ കൂടുതൽ നടത്തി തരുന്നത്. അതിന് അമ്മ മാതാവിന് ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ ഞാൻ എല്ലാവർക്കും അടുത്തുള്ള ഹിന്ദുക്കളാണേലും മുസ്ലിംസ് ആണേലും പിന്നെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ടവരെ എല്ലാ ആഴ്ചയും ഞായറാഴ്ച 2 പൊതി ചോറ് വീതം ഞാൻ കൊടുത്തു വിടാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് മുടങ്ങിയേക്കുവാണ്. വീണ്ടും അത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പാവങ്ങൾ സുഖമില്ലാത്തവർക്കൊക്കെ സാമ്പത്തികമായി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായി ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടാറുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്, ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും ജപമാല ഒരെണ്ണമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ മുടങ്ങി പോകുന്നുണ്ട്, എങ്കിലും കഴിവതും മുടങ്ങാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും തന്നെ അമ്മ മാതാവിന് ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.